നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ചില ഫിസിക്കലി ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള തീം ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമുക്കിപ്പോൾ തീം പച്ചക്കറികളാണ്. അപ്പോൾ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 2 ക്രിയേറ്റീവ് വർക്കാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ, അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ ഇൻഫോർമൽ ടോക്കിൻ്റെ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പച്ചക്കറികൾ എന്താണെന്നും അല്ലെങ്കിൽ ഏതൊക്കെയാണ് പച്ചക്കറികളെന്നും, വള്ളിയിലുണ്ടാകുന്നത്, ചെടികളിലുണ്ടാകുന്ന പച്ചക്കറികൾ, ചെറിയ മരങ്ങളിലുണ്ടാകുന്ന പച്ചക്കറികൾ, അങ്ങനെ നമ്മൾ എല്ലാ പച്ചക്കറികളും തന്നെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതിനുശേഷം അവരോട് തന്നെ നമ്മൾ പച്ചക്കറികൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് അവർ കൊണ്ടുവന്ന മത്തനിൽ നിന്ന് കുറച്ച് മത്തൻ എടുത്തു, കുമ്പളം കൊണ്ടുവന്നിരുന്നു. കുമ്പളം എന്ന സാധനത്തിന് ഭാഷാപരമായിട്ട് മറ്റു പല സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ടാകാം. പൂതൻ എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ 2 വിത്തുകളാണ് ഞാനിവിടെ ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞാനൊരു ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പറും സാൻഡ് യെല്ലോ കളർ പേപ്പറും കൊടുത്ത് ചെറിയൊരു ഫ്രെയിം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വർക്കിന് വേണ്ട കളർ ചെയ്യാനുള്ള കളറ്, ബ്രഷ്, വെള്ളം, പശ, ഒട്ടിക്കാനുള്ള പശ, ചെറിയൊരു സ്ട്രിപ്പ്, ഇത് പേപ്പറിൻ്റെ തന്നെയാണ്. പിന്നെ വിത്തുകൾ, പിന്നെ നമുക്കൊരു ഇങ്ങനെയുള്ള പശയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കളറൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മളിവിടെ ടർക്കി അല്ലെങ്കിൽ ചെറിയ ടവൽ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർക്കിലേക്ക് വർക്ക് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സ്ട്രിപ്പ് ഇത് ഞാൻ ഇതുപോലെ ഒരു മാലയുടെ ആകൃതി ഞാനിതിവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഈ മത്തൻ വിത്തുകളാണ്. മത്തൻ്റെ വിത്തുകളെടുത്ത് നമ്മൾ ഒട്ടിക്കുകയാണ്. ഓരോ വിത്തുകളായിട്ട് ഒട്ടിക്കുകയാണ്. ഇത് ഓരോരോ കുട്ടികളെ കൊണ്ട് വേണം നമ്മളിത് ചെയ്യിക്കാൻ. ഓരോ കുട്ടികൾക്കും അവസരം കൊടുക്കുക. ഈ വിത്തുകളെ ഇതുപോലെ പെറുക്കിയെടുത്ത് ഒട്ടിക്കുന്നതിനായിട്ട് ഓരോരുത്തർക്കായിട്ട് അവസരം കൊടുത്ത് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മത്തൻ്റെ വിത്ത് ഫുള്ള് ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മാലയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പെയിൻറ് ചെയ്യണം. അപ്പോൾ അതാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. ഈ പെയിൻറ്റിങ് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും ഉചിതം. കുട്ടികൾക്ക് കാണാനുള്ള അവസരം കൊടുക്കുക.
നമ്മുടെ മാലയുടെ പണി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യുന്ന 2 കമ്മലും കൂടി ഉണ്ടാക്കാം അല്ലേ? കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും. തേക്കുക. അപ്പോൾ കമ്മലും ഒട്ടിച്ച് ഇനി കമ്മലിനും കൂടെ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുട്ടികൾക്ക് കാണുന്ന വിധത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. അവർക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മത്തൻകുരു നമ്മളിങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പച്ചക്കറിയുടെ കൂടെയൊക്കെ നമുക്ക് മത്തൻകുരു വെക്കുമ്പോൾ അതിൻ്റെ ആ കുരു എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഒന്ന് ഉണക്കിയെടുത്ത് ഒന്ന് പിന്നെ പാലിലോ എന്തെങ്കിലും ഇട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാൻ കൊടുക്കണം. വളരെ അവരുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമായ നല്ല എനർജി അടങ്ങിയ ഒരു ഭക്ഷണമാണ് മത്തൻ്റെ കുരു. അപ്പോൾ അത് മിസ്യൂസ് ചെയ്യരുത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്.